ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. ഷുട്ടുടൂവിൻ്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയത്. ഉത്സവമൊക്കെ അല്ലേ നാട്ടിൽ, ഒന്ന് ചുട്ടപ്പനാട്ടെ. അങ്ങനെ ചുന്ദരനാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ചന്ദ്രികേച്ചിൻ്റെ വീട്ടിൽ കയറി. ചന്ദ്രികേച്ചി ആണെങ്കിൽ എപ്പോൾ പോയാലും നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തരും, എന്തെങ്കിലുമൊക്കെ തന്നു വിടും. അങ്ങനത്തെ ഒരു സ്നേഹമാണ്. അങ്ങനെ ഇപ്രാവശ്യം മൂപ്പത്തി ഞങ്ങൾക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നു. ഇത് വെച്ച് ഞാൻ നല്ല പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കളിയാക്കി, നിനക്കതിന് പഴംപൊരി ഉണ്ടാക്കാൻ അറിയോ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്തു. അപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് വിട്ടിട്ട് ഡ്രസ്സ് പോലും മാറാണ്ട് നേരെ പഴംപൊരി ഉണ്ടാക്കാൻ കയറി. എന്നോടാ കളി. ഇതൊക്കെ സിമ്പിളല്ലേ. കുറച്ച് പഴം തിക്കായിട്ട് കട്ട് ചെയ്ത്, കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്ത്, ഹസ്ബൻഡിന് നല്ല കരിഞ്ഞു മുരിഞ്ഞ് തിന്നായിട്ടാണ് വേണ്ടത്. അങ്ങനെയും കട്ട് ചെയ്ത് പല ടൈപ്പിൽ കട്ട് ചെയ്ത് ഞാൻ കുറേ പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കി. ഈ ബാക്കി വന്ന മാവ് വെച്ചിട്ട് വേറൊരു പരിപാടി. ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കഴിയാനായി മാവും പഴമൊക്കെ കഴിയാനാവുമ്പോൾ എൻ്റെ അമ്മ എടുക്കുന്നൊരു പരിപാടി ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് ഒരു 10 രൂപ അങ്ങോട്ട് ആക്കിയെടുക്കും. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ ഐറ്റം. ഇതിന് ഞാൻ തന്നെ ഇട്ട പേരാണ് പഴംപൊരി ഓംലെറ്റ്. അങ്ങനെ ഉണ്ടാക്കിയ പഴംപൊരിയായിട്ട് നമ്മൾ നേരെ പുഴക്കരയ്ക്ക് പോയി. അവിടെ നമ്മളെ ഞണ്ട് പിടിക്കൽ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്രാവശ്യം നമുക്ക് ഞണ്ട് കറി വെക്കണ്ട, ഞണ്ട് പൊരിക്കാന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയും ഞണ്ടിന് പൊരിക്കൂലാന്ന്. ഇവനിതുവരെ പൊരിച്ച ഞണ്ട് കഴിച്ചില്ല എന്ന് വെച്ച് ഞണ്ടിന് പൊരിക്കൂലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? ഇവനെങ്ങനെയാ പല സാധനവും കഴിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. എന്നിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും ഞാൻ. അപ്പോൾ പറയാം ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ. ഇവനൊന്നും കഴിക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ച് ഇതൊന്നും ഇല്ലാണ്ടിരിക്കുവോ? ഇല്ല. അതുകൊണ്ട് പിറ്റേന്ന് ഞണ്ട് പൊരിച്ചതാക്കാന്ന് വിചാരിച്ചു. പിടിച്ച ഞണ്ടിനെ ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ബാക്കി കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. കുറച്ച് ഞാൻ എടുത്ത് പൊരിച്ചു. അപ്പോൾ ഇനി പൊരിച്ച ഞണ്ട് കൂട്ടി ചോറ് കഴിക്കട്ടെ. ശരി.